ഓക്കെ, അപ്പം നമ്മുടെ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ബോത്ത് എ ബി കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് എ ബി ഡിഫൈൻഡ് ഫോർ മെട്രിസസ് എ ആൻഡ് ബി. If order of A is n by m, then order of B is. അപ്പം ഓർഡർ ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത്? ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് n by m എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യം, എ ബി കോംപ്ലിമെന്റ് എന്നുള്ള മെട്രിക്സും അതുപോലെ തന്നെ ബി കോംപ്ലിമെന്റ് എ എന്നുള്ള മെട്രിക്സും എന്താണ്? അത് രണ്ടും ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് ബിനെ നോക്കാം. ഓക്കെ, ഇപ്പൊ എൻ്റെ മെട്രിക്സ് ബിയുടെ ഓർഡർ ഞാൻ അസ്യൂം ചെയ്യാണ്. ബിയുടെ ഓർഡർ എക്സ് ബൈ വൈ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ബിയുടെ ഓർഡർ എന്താണ്? എക്സ് ബൈ വൈ. അപ്പം ബി കോംപ്ലിമെന്റിന്റെ ഓർഡർ എന്തായിരിക്കും? ബി കോംപ്ലിമെന്റ് ഓർഡർ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എ ബി കോംപ്ലിമെന്റ് ഡിഫൈൻഡ് ആണെന്ന് പറയുന്നുണ്ട്. എയുടെ ഓർഡർ നമുക്കറിയാം n ബൈ എം ആണെന്നറിയാം. ഓക്കെ ആണോ? ഇനി നമ്മുടെ ബി കോംപ്ലിമെന്റ് ഓർഡർ എന്താ? y ബൈ എക്സ്. അപ്പം എ ബി കോംപ്ലിമെന്റ് ഡിഫൈൻഡ് ആകണമെങ്കിൽ എന്തായിരിക്കണം? m ഈക്വൽ ടു y ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? y എന്ന് പറയുന്നത് m ആയിരിക്കണം എന്ന് പറയാം. ഓക്കെ, ഇനി ബി കോംപ്ലിമെന്റ് എ ഡിഫൈൻഡ് ആണ് അല്ലെ? ബി കോംപ്ലിമെന്റ് എ ഡിഫൈൻഡ് ആണ്. ബി കോംപ്ലിമെന്റ് ഓർഡർ എന്താണ്? y ബൈ എക്സ് ആണ്. എയുടെ ഓർഡർ എന്താണ്? n ബൈ m ആണ്. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? x ഈക്വൽ ടു n ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ബിയുടെ ഓർഡർ നമ്മൾ എന്താ പറഞ്ഞേ? എക്സ് ബൈ വൈ അല്ലേ? ബിയുടെ ഓർഡർ എന്താ നമ്മൾ പറഞ്ഞത്? എക്സ് ബൈ വൈ. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? n എന്ന് കിട്ടി. y ഈക്വൽ ടു എന്ത് കിട്ടി? m എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഓർഡർ ഓഫ് ബി എന്താണ്? n ബൈ m. അതായത് നിങ്ങളുടെ ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ. Okay. Next question. If A is equal to -1 0 0 0 3 0 0 0 5, then A is A or N. ഇതെന്ത് മെട്രിക്സ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. ഓക്കെ, നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഈ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ഓപ്ഷൻസ് നോക്കി, നമുക്ക് അവിടെ ഡയഗണൽ മെട്രിക്സ് എന്നൊരു ഓപ്ഷൻ ഇല്ല. നമുക്കുള്ളത് സ്കെയിലാർ, ഐഡന്റിറ്റി, സിമെട്രിക് മെട്രിക്സ്, സ്യൂ സിമെട്രിക് മെട്രിക്സ് എന്നൊക്കെയാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, സ്കെയിലാർ മെട്രിക്സ്. അപ്പം സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡയഗണൽ എലമെന്റ്സും ഈക്വൽ ആയിരുന്നെങ്കിൽ, അപ്പം ഇതിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലേ? ഇപ്പം 3 3 3 0 0 0 ഇങ്ങനെ വരുന്നൊരു മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ അങ്ങനെയാണോ? അല്ലെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എ അങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഓപ്ഷൻ എ അല്ല, സ്കെയിലാർ മെട്രിക്സ് അല്ല. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 വന്ന് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആകുന്ന മെട്രിക്സിനാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. അപ്പം ഈ എ എന്നുള്ള മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് അല്ല. ഇനി അടുത്ത എന്താണ്? സിമെട്രിക് മെട്രിക്സ്. അപ്പം സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെട്രിക്സിനെ നമ്മൾ തിരിച്ചെഴുതിയാൽ അതിന്റെ ട്രാൻസ്പോസ്, അതായത് എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണോ അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം -1 0 0 അല്ലേ? 0 3 0 0 0 5 അല്ലേ? അപ്പം നമുക്ക് എ ട്രാൻസ്പോസ് എഴുതി ഇപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടി? എ തന്നെ കിട്ടി. അപ്പം ഇതെന്ത് പറയാം? ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാം. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ? അല്ല. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി എന്താ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്ക്യൂഡ് സിമെട്രിക്കും അല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of two skew symmetric matrices of same order is always n. അല്ലെങ്കിൽ ഓൾവേസ് എ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, നൾ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, ഇതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മെട്രിക്സ് എ എടുക്കുക. ഇതാണ് എൻ്റെ മെട്രിക്സ്. ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ, ഇഫ് എ ഈസ് സ്ക്യൂ സിമെട്രിക്
മെട്രിക്സ് എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -a ആണ് അല്ലേ. അതുപോലെ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, ഇവിടെ രണ്ട് മെട്രിക്സിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്, സം ഓഫ് ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എ ആണ്, അടുത്ത സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ബി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും സ്ക്യൂ സിമെട്രിക് ആണ്. അതായത് എന്താ, എ ട്രാൻസ്പോസ് -a ആണ്, അതുപോലെ ബി ട്രാൻസ്പോസ് എന്തായിരിക്കും, -b ആയിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ സമ്മിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സം എന്താണ്, a+b ആണ് അല്ലേ. അപ്പൊ a+b ട്രാൻസ്പോസ് എന്ത് വരും, a+b ആണ് നമ്മൾ അവരുടെ സമ്മ്. അപ്പൊ അവരുടെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. a+b ട്രാൻസ്പോസ് എന്ത് വരും, a+b ട്രാൻസ്പോസ് എന്ന് പറയുന്നത് a ട്രാൻസ്പോസ് പ്ലസ് b ട്രാൻസ്പോസ് എന്ന് വരും അല്ലെ. അപ്പൊ a ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, -a ആണ്. b ട്രാൻസ്പോസ് എന്ന് പറയുന്നതോ -b. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -a+b എന്ന് എഴുതാമല്ലോ. അതായത് a+bയുടെ ട്രാൻസ്പോസ് -a+b ആണ് അല്ലെ. a+bയുടെ ട്രാൻസ്പോസ് -a+b ആണെങ്കിൽ നമുക്ക് ഈ സം ഉള്ള ഈ മെട്രിക്സിനെ പറ്റിയിട്ട് എന്ത് പറയാം, അത് സ്ക്യൂ സിമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സം ഓഫ് ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ഈസ് ഓൾവേസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഗ്രാഫ് ഇസ് എ കോമ്പിനേഷൻ ഓഫ്. നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഏതൊക്കെ ഫംഗ്ഷനുകളുടെ കോമ്പിനേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കിതിൽ രണ്ട് കർവ് കാണാം അല്ലേ. അപ്പം ഇതിൽ നമുക്കിത് ഇങ്ങനൊരു കർവ് കാണാം, പിന്നെ ഇങ്ങനൊരു കർവ് കാണാം അല്ലേ. പിന്നെ ഒരു ഡയഗണൽ ലൈൻ കാണാം. ആ ഡയഗണൽ ലൈന് y = x എന്നാണ് നമുക്ക് ലേബിൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഡയഗണൽ എക്സിന് അബൌട്ടായിട്ട് ഇതൊരു മിറർ ഇമേജ് പോലാണ് അല്ലേ. ഇതിൻ്റെ ഈ സൈഡിലുള്ളൊരു മിറർ ഇമേജ് പോലാണ് ഇവിടുത്തെ കർവ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റിലേഷനാണ്. അതായത് sin x അല്ലെങ്കിൽ sin ഇൻവേഴ്സ് x, അങ്ങനെ ഒരു റിലേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഈ കർവ്സ് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാം. ഈ ഫസ്റ്റ് കർവ് നോക്കി, ഈ ഓസിലേറ്ററി ആയിട്ട് പോകുന്ന ഫസ്റ്റ് കർവ് നോക്കി, അതിൻ്റെ സൈൻ വേവിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ അവിടെ കാണുന്നത്. സൈൻ വേവിൻ്റെ ഒരു ഗ്രാഫ് അല്ലേ, sin 0 0, sin 91, sin π 0 അല്ലേ, sin -π/2 -1, sin -π0 അല്ലേ. അപ്പം ഇതൊരു സൈൻ കർവ് ആണ് അല്ലേ. അപ്പം നമുക്ക് y = sin x എന്നുള്ളൊരു കർവ് ഉണ്ട്. അതായത് എക്സിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് സൈനിൻ്റെ വാല്യൂസ് ആണ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഈ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തേക്കുന്ന കർവ് നോക്കി, അത് നോക്കിയാൽ നമുക്ക് വൈയുടെ വാല്യൂ 0 ആകുന്നു അല്ലേ. വൈയുടെ വാല്യൂ 0 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. ഇനി അടുത്തത് വൈയുടെ വാല്യൂ എന്താകുന്നു, π/2 ആകുന്നു. y π/2 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എന്താകും, 1 ആകും അല്ലേ. അപ്പം അതെന്ത് കർവാണ് ആ കാണിച്ചേക്കുന്നത്, വൈയുടെ വാല്യൂ വരുന്നത്, അതായത് x = sin ഇൻവേഴ്സ് y അല്ലേ. ആ കർവാണ് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, -1 to 1 ആ വാല്യൂസ് എല്ലാം വരുന്നത് അല്ലേ. -1 to 1 നമുക്ക് വാല്യൂസ് എല്ലാം നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്ത് കർവാന്ന് പറയാം, ഇതെന്ന് പറയുന്നത് y = sin ഇൻവേഴ്സ് x ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് കർവ് y = sin x, y = sin ഇൻവേഴ്സ് x, അങ്ങനെ രണ്ട് കർവുകളാണ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ y = sin x-ൻ്റെ വേവ് പാറ്റേൺ ആണിത്. ഇനി y = sin ഇൻവേഴ്സ് x-ൻ്റെ വേവ് പാറ്റേൺ ആണിത്. അത് നമുക്ക് എന്താ ചെയ്തേക്കാണ്, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y = x ലൈനിന് അബൌട്ടായിട്ട് റിഫ്ലക്റ്റ് ചെയ്തേക്കാണ്. ഓക്കെ ആണോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ sin x പാസ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്യാം. sin x പാസ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, π/2 1 അല്ലേ. നമുക്ക് π/2 1, പിന്നെ എന്താണ് 0 0, പിന്നെ -π/2 -1, ഇങ്ങനെയുള്ള കർവിൽ പോയിന്റ്സിൽ കൂടാണ് sin x പാസ് ചെയ്യുന്നത്. ഇനി sin ഇൻവേഴ്സ് x-ൻ്റെ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കി. നമുക്ക് 1, എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ π/2 അല്ലേ. എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0. പിന്നെ ഇവിടെ ആണെങ്കിലോ എക്സിൻ്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ -π/2. ഇങ്ങനെ നോട്ട് ചെയ്താൽ നമുക്ക് ഇത് ഏതൊക്കെ കർവാണെന്ന് മനസ്സിലാവും. ഓക്കെ ആണോ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. y = sin ഇൻവേഴ്സ് x, y = sin x. ഓക്കെ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sec ഇൻവേഴ്സ് -√2 - tan ഇൻവേഴ്സ് 1/√3 ഈസ് ഈക്വൽ ടു.
ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റിനെ 2 പാർട്ടാക്കിയിട്ട് ചെയ്യാം. അതായത് സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എന്നാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എന്നുള്ളത് ഏത് എക്സ്പ്രഷനിൽ നമുക്ക് എടുക്കേണ്ടത്? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഉണ്ട്. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്താ? പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത്. അപ്പം പൈ മൈനസ്, ഇപ്പം നമുക്ക് റൂട്ട് 2 ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എന്താകും? സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എന്ന് പറയുന്നത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2. ഓക്കെ, പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2. ഓക്കെ, അപ്പം പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2, പൈ അതുപോലെ തന്നെ ഞാൻ കൊടുത്തു. സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2 എന്താണ്? പൈ ബൈ 4 അല്ലേ. കോസ് ഇൻവേഴ്സ് 1/√2 45 അല്ലെങ്കിൽ പൈ ബൈ 4 ആണ്. അപ്പൊ സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 4 ആണ്. അപ്പൊ പൈ മൈനസ് പൈ ബൈ 4 എന്ന് വരും. അപ്പൊ 4 പൈ മൈനസ് പൈ 3 പൈ ബൈ 4 എന്ന് വരും സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2. ഇനി അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് 1/√3, അത് നമുക്ക് എളുപ്പം അറിയാവുന്നല്ലേ. ടാൻ ഇൻവേഴ്സ് 1/√3 എന്താ? പൈ ബൈ 6 അല്ലേ. ടാൻ 30 ആണ് 1/√3. അപ്പം ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 6 ആണ്. അപ്പം ഇനി എന്ത് ചെയ്യാം? ഇവരുടെ ഡിഫറൻസ് എടുക്കുക. അതായത് സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2, അതായത് നമ്മുടെ എക്സ്പ്രഷൻ എന്നാവും? സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എന്ന് പറയുന്നത് 3 പൈ ബൈ 4 ആകും. പിന്നെ അടുത്തത് ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറയുന്നത് എന്താകും? പൈ ബൈ 6 ആവും. ഓക്കെ, ഇനിയിപ്പം ഞാൻ 12 എടുക്കുവാണ്. അതായത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ രണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 12 എടുത്തു. അപ്പം എന്ത് വരും? 9 പൈ മൈനസ് 2 പൈ. അപ്പം 9 പൈ മൈനസ് 2 പൈ എത്ര വരും? 7 പൈ ബൈ 12 എന്ന് വരും. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ? If tan inverse x square minus y square is equal to a, where a is a constant, then dy by dx is, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ടാൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ അല്ലേ. അപ്പം ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താണ് വരുന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് x square minus y square is equal to d by dx of a അല്ലേ. അവിടെ a ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ d by dx of tan inverse x square minus y square എന്ത് വരും? d by dx of tan inverse x 1/1 plus x square അല്ലേ. അപ്പോൾ അതുപോലെ എഴുതുവാണെങ്കിൽ 1/1 plus x square എന്ന് വരെ നമ്മൾ എന്ത് എഴുതാം? x square minus y square the whole square എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അവൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2x മൈനസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അത് ഈക്വൽ ടു എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് എ എന്നാൽ നമുക്ക് 0 അല്ലേ. അപ്പം ഇവിടെ ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2x മൈനസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എത്ര കിട്ടും? 0 ആണെന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. എന്താണ്? 2x ഇസ് ഈക്വൽ ടു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അപ്പം 2 ക്യാൻസൽ ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് എ എക്സ് പ്ലസ് ലോഗ് 1 മൈനസ് ബി എക്സ് ബൈ എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0, കെ ഫോർ എക്സ് ഈക്വൽ ടു 0 is continuous at x equal to 0, then value of k is, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് x equal to 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ x equal to 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് k എന്ന് പറയുന്നത് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം ലോഗ് 1 പ്ലസ് എ എക്സ് പ്ലസ്
ലോഗ് 1 മൈനസ് ബി എക്സ്. അപ്പം ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം അല്ലേ, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ ബി അല്ലേ. അപ്പം ഇതെന്താകും, ലോഗ് 1 പ്ലസ് എ എക്സ് പ്ലസ് ലോഗ് 1 മൈനസ് ബി എക്സ് എന്താകും, ലോഗ് 1 പ്ലസ് എ എക്സ് ഇൻറ്റു 1 മൈനസ് ബി എക്സ് എന്നാവും. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഈ 1 പ്ലസ് എ എക്സ് ഇൻറ്റു 1 മൈനസ് ബി എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പം 1 പ്ലസ് എ എക്സ് ഇൻറ്റു 1 മൈനസ് ബി എക്സ്, അത് എത്ര വരും, 1 പ്ലസ് എ എക്സ്, 1 പ്ലസ് എ എക്സ്, ഇനി അടുത്ത എന്താ മൈനസ് ബി എക്സ്, ഇനി അടുത്തത് മൈനസ് എ ബി ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പം മൈനസ് എ ബി ഇൻറ്റു എക്സ് സ്ക്വയർ ഇങ്ങനെ വരും അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ, മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എ ബി അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ് ബി മൈനസ് എക്സ് സ്ക്വയർ എ ബി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, സോറി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പ്രഷൻ മാറി ഇങ്ങനെ അല്ലേ. ഇനി നമുക്ക് ഒരു ലോഗരിതമിക് അപ്രോക്സിമേഷൻ ഉണ്ട്. അതായത് നമുക്ക് എക്സ് ടെൻസ് ടു 0 ആകുവാണെങ്കിൽ ലോഗ് 1 പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ ആണ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 0 ആകുമ്പം ലോഗ് 1 പ്ലസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്താണ്, എപ്സിലോൺ ആണ്. അപ്പം നമുക്ക് ഈ എക്സ്പ്രഷനെ എങ്ങനെ എഴുതാം, നമുക്ക് ലോഗ് 1 പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ് ബി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എന്താകും, എപ്സിലോൺ ആയിട്ട് മാറും. അതായത് എക്സ് ഇൻറ്റു എ മൈനസ് ബി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എ ബി എന്നാവും. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ലോഗിൻ്റെ എക്സ്പ്രഷൻ എന്തായി, എക്സ് ഇൻറ്റു എ മൈനസ് ബി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എ ബി. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് അതേ ഡിവൈഡഡ് ബൈ എക്സ് തരണം അല്ലേ. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ എന്തായി, എ മൈനസ് ബി മൈനസ് എക്സ് ഇൻറ്റു എ ബി എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്ത് നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പം ഇനി ലിമിറ്റ് കൊടുത്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ മൈനസ് ബി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ മൈനസ് ബി മൈനസ് എക്സ് ഇൻറ്റു എ ബി അല്ലേ. ഇവിടെ നമുക്ക് എക്സ് വരുന്നുണ്ട്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഈ ടൈം 0 ആയിപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, എ മൈനസ് ബി എന്ന് കിട്ടും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറി, എ മൈനസ് ബി ആയിട്ട് മാറി. അതായത് കെ എന്താണ്, കെ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, if y is equal to a cos log x plus b sin log x, then x square y2 plus x y1 is. Okay, അപ്പം നമുക്ക് y തന്നേക്കുന്ന a cos log x plus b sin log x എന്നല്ലേ. ഇവർ ചോദിച്ചേക്കുന്നത് x square y2 x y1. ഈ x square y2 x y1 എന്ന് പറഞ്ഞാൽ എന്താണ്, x square ഇൻറ്റു d square y by dx square പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവും ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ y അറിയാം അല്ലേ. y നമുക്ക് എന്താ അറിയാം, a കോസ് ലോഗ് എക്സ് പ്ലസ് b സൈൻ ലോഗ് എക്സ് എന്നറിയാം. ഓക്കെ, ഇനി ഞാൻ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പോകും. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, y1 ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ y1 കണ്ടുപിടിക്കാൻ. y1 എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് എ കോസ് ലോഗ് എക്സിന്റെ മൈനസ് സൈൻ ലോഗ് എക്സ് ആയതാണ് മൈനസ് വരുന്നത്, മൈനസ് സൈൻ ലോഗ് എക്സ്. ഇനിയും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ് ആണ്, പ്ലസ് ബി സൈൻ ലോഗ് എക്സിന്റെ കോസ് ലോഗ് എക്സ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ എക്സ് ഇൻറ്റു മൈനസ് എ സൈൻ
log x പ്ലസ് ബി കോസ് log x അങ്ങനെ എഴുതാം അല്ലേ. ഓക്കെ, ഇനി എനിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം അല്ലേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കൂടെ വേണം എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, യു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. യു എന്ന് പറയുന്നത് ഇതാ, ഈ എക്സ്പ്രഷൻ യു ആയിട്ട് എടുക്കുക. അതായത് 1/x ഇൻറ്റു എന്ന് വരുന്ന ആ എക്സ്പ്രഷൻ യു ആയിട്ട് എടുക്കുക. അതായത് മൈനസ് എ സൈൻ log x പ്ലസ് ബി കോസ് log x. അത് ഞാൻ എന്തായിട്ട് എടുത്തു, യു ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അത് യു ആയിട്ട് എടുത്തപ്പം ഡി വൈ ഡി എക്സിൻ്റെ എക്സ്പ്രഷൻ എന്തായി, ഡി വൈ ബൈ ഡി എക്സിൻ്റെ എക്സ്പ്രഷൻ എന്താവും, അത് യു ബൈ എക്സ് എന്നുള്ള ഫോമിലോട്ട് മാറും അല്ലേ. ഇനി നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കോഷ്യൻ റൂളും അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അല്ലേ. ഇനി ഇവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടത്തി നോക്കി, ഈ എക്സ് സ്ക്വയർ കൊണ്ട് ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അതെന്ന് പറയുന്നത് എന്താ, എക്സ് യു ഡാഷ് മൈനസ് യു അല്ലേ, മൈനസ് യു എന്നാണ് കിട്ടുക, എക്സ് യു ഡാഷ് മൈനസ് യു എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിന് ഇവിടുന്ന് എന്ത് എഴുതാം, ഒരു എക്സ്പ്രഷൻ എഴുതാം. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ യുവിന് പകരം ഞാൻ എന്ത് എഴുതുകയാണ്, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാണ്. ഓക്കെ, ഇനി നമ്മുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ, എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എക്സ് യു ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നായി. അപ്പം നമുക്ക് വേണ്ട എക്സ്പ്രഷനുമായിട്ട് ഏകദേശം മാച്ചിങ് ആവുന്നില്ലേ. അപ്പം നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എക്സ് ഇൻറ്റു യു ഡാഷ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പം നമുക്കിവിടെ യു ഉണ്ട്, യു ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് യു ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പം യു ഡാഷ് എങ്ങനെ വരും, യു ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് എ കോസ് log x ഇൻറ്റു 1/x മൈനസ് ഡി സൈൻ log x ഇൻറ്റു 1/x അല്ലേ. യു ഡാഷ് കിട്ടി. ഓക്കെ, അപ്പോൾ യു ഡാഷിനെ എക്സ് കോമൺ എടുത്ത് 1/x കോമൺ എടുത്തിട്ട് എങ്ങനെ എഴുതാം, മൈനസ് എ കോസ് log x മൈനസ് ബി സൈൻ log x എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ, എക്സ് യു ഡാഷ് ആണ് വേണ്ടത്. എക്സ് യു ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ കോസ് log x മൈനസ് ബി സൈൻ log x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷന് മൈനസ് വെളിയിലെടുത്ത് എന്ത് കിട്ടും, എ കോസ് log x പ്ലസ് ബി സൈൻ log x എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് നമുക്ക് y എന്ന് പറഞ്ഞ് തന്ന ആൾ തന്നെ അല്ലേ. അപ്പം നമുക്ക് ഇതിനെ എന്ത് എഴുതാം, എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ. അതായത് എക്സ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്തായി, മൈനസ് വൈ ആയി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, next question, if f of x is equal to mod x, x belongs to R, then which of the following statement is incorrect എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രീമം അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ പറയുന്നുണ്ട് എക്സ് ബിലോങ്സ് ടു ആർ, റിയൽ നമ്പർ ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് വന്ന് നോക്കിയാൽ എഫ് ഹാസ് എ മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു വി ഷേപ്പ് അല്ലേ. അപ്പം മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് എന്താണ്,
കറക്റ്റ് ആണ് അല്ലേ? മിനിമം വാല്യൂ ആണ് എക്സ് ഈക്വൽ ടു സീറോയിലുള്ളത്. ഫംഗ്ഷൻ അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ എക്സ് ഈക്വൽ ടു സീറോയിൽ റീച്ച് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ എന്താ പറയാ? എഫ് ഹാസ് നോ മാക്സിമം വാല്യൂ ഇൻ ആർ. അത് കറക്റ്റാ. എന്തുകൊണ്ടാണ്? നമ്മൾ മോഡ് എക്സിൻ്റെ വാല്യൂ എന്തായും ഇൻഫിനിറ്റി ആവും അല്ലെ? മോഡ് എക്സിൻ്റെ വാല്യൂ എന്താവും? ഇൻഫിനിറ്റി ആകുവാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവും ഇൻഫിനിറ്റി ആവും. നമ്മൾ ഇൻഫിനിറ്റിയിലോട്ട് മോഡ് എക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയും? നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അപ്പർ ബൗണ്ട് ഒന്നും ഇവന് പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റത്തില്ല? നമുക്ക് ഒരു മാക്സിമം വാല്യൂ ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എഫ് ഹാസ് നോ മാക്സിമം വാല്യൂ എന്നുള്ളതും കറക്റ്റ് ആണ്. ഇനി അടുത്ത എന്താ പറയാ? അടുത്തത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാ? നമ്മൾ ലിമിറ്റ് എടുക്കുക. ബോത്ത് സൈഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എടുത്തു കഴിയുമ്പം എഫ് ഓഫ് സീറോയും എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും സെയിം ആണ്. അത് ഈക്വൽ ടു എഫ് ഓഫ് സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇൻക്ലൂഡിങ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ ഡി നോക്കി, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. ആ ഓപ്ഷൻ എന്താണ്? ഇൻകറക്റ്റാ. എന്തുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? എക്സ് ഈക്വൽ ടു സീറോയിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് സീറോ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ? അപ്പം എന്ത് വരും? എഫ് ഓഫ് സീറോ പ്ലസ് എച്ച് മോഡ് എക്സ് നോക്കുവാണെങ്കിൽ മോഡ് സീറോ പ്ലസ് എച്ച് എച്ച് അല്ലേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ പ്ലസ് എച്ച് മൈനസ് സീറോ ബൈ എച്ച് എന്ന് വരും. അത് എത്രയാണ്? 1 ആണ് വരുന്നത് അല്ലേ? ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാലോ? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് സീറോ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും അല്ലേ? ഇനി എച്ച് ലെസ് ദാൻ സീറോ അല്ലേ? എച്ച് ലെസ് ദാൻ സീറോ ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പം നമുക്ക് എച്ച് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് ഓഫ് സീറോ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് എച്ച് അല്ലേ? അപ്പം നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എച്ച് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അത് -1 ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല. ഓക്കെ ആണോ? അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകുമോ? സീറോയിൽ ഡിഫറൻഷ്യബിൾ ആകത്തില്ല. സോ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. ക്ലിയർ? Let f dash x is equal to 3 into x square plus 2x minus 4 by x cube plus 5. F of 1 is equal to 0. Then f of x is. Okay. Here, in order to find the f of x, നമ്മൾ എന്ത് ചെയ്യണം? integrate ചെയ്യണം. ആരെ? f dash x നെ with respect to x. So f dash x dx കണ്ടുപിടിക്കണം. f dash x എന്ന് പറയുമ്പോൾ integral 3 into x square plus 2x minus 4 by x cube plus 5 അല്ലേ? 5 dx നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം അതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 3x സ്ക്വയർ പ്ലസ് 6x മൈനസ് 4 by x ക്യൂബ് പ്ലസ് 5 dx എന്ന് എഴുതാം. 3x സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 into x ക്യൂബ് ഡിവൈഡഡ് ബൈ 3. 3യും 3യും ക്യാൻസൽ ആയി നമുക്ക് x ക്യൂബ് മാത്രം കിട്ടും. 6 into x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരും? 3x സ്ക്വയർ എന്ന് വരും. -4 into ഇത് x റൈസ് ടു -3 അല്ലേ? അപ്പോൾ x റൈസ് ടു -3 ഇതെന്താ? x റൈസ് ടു -3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -3 പ്ലസ് 1. അപ്പോൾ അതെന്ത് വരും? x റൈസ് ടു -2 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 1 by x റൈസ് ടു 2 എന്ന് എഴുതാം. അപ്പോൾ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് വരും? നമുക്ക് പ്ലസ് വരും അല്ലേ? പിന്നെ 4ഉം 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 by x സ്ക്വയർ എന്ന് വരും. പിന്നെന്താ? 5x പിന്നെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത്രയും കാര്യമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2 by x സ്ക്വയർ പ്ലസ് 5x പ്ലസ് c എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്നാ തന്നേക്കുന്നത്? f of 1 is equal to 0.
ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 ക്യൂബ് അല്ലേ? 1 ക്യൂബ് എല്ലാം 1 ആയത് കാരണം നമ്മൾ ജസ്റ്റ് 1 ക്യൂബ് എഴുതേണ്ട ആവശ്യമില്ല, 1 എന്ന് തന്നെ നമുക്ക് എഴുതാം. 1 പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ 3 പ്ലസ് 2 ബൈ 1 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 5 ഇൻറ്റു 1 5 പ്ലസ് സി എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് സം ചെയ്ത് നോക്കി. 3 പ്ലസ് 1 4 4 പ്ലസ് 2 6 6 പ്ലസ് 5 11 11 പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എത്ര വരും? സി ഈസ് ഈക്വൽ ടു -11 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കി ഓപ്ഷൻസ് നോക്കി. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2/x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 11, അത് പ്ലസ് 11, അപ്പോൾ അതല്ല ആൻസർ അല്ലേ? ഇനി അടുത്ത് നോക്കി, എല്ലാം ഓക്കെയാണ്. -11 വരുന്നുണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ?